കൂട്ടുകാരെ, ഷിജൂസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങള് ഇന്ന് എന്താന്ന് ചോദിച്ചത് നമ്മുടെ കൂട്ടുകാർ കുറെ പേര് പറഞ്ഞു തക്കാളി മെഴുക്കൊട്ടി വെക്കുവോ, തക്കാളി മെഴുക്കൊട്ടി. കഴിഞ്ഞ മറ്റേ ഉള്ളിക്കറിയുടെ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് തക്കാളി മെഴുക്ക് വരട്ടി കാണിച്ചായിരുന്നു. അപ്പൊ നമ്മുടെ കൂട്ടുകാരെല്ലാം പറഞ്ഞു അതിന്റെ ഫുൾ വീഡിയോ ചെയ്യണമെന്ന്. അപ്പൊ നിങ്ങൾ തരുന്ന അഭിപ്രായം അങ്ങനെ പറയുമ്പോൾ നമ്മൾ അത് ആദ്യം ചെയ്യും. അപ്പൊ മറ്റേ ചെമ്മീനും ഉള്ളിക്കറിയാണ് അന്ന് ചെയ്തത്, ആ കൂടെ ഒന്ന് കാണിച്ചെന്നല്ല. എന്നാലും നമ്മൾ തക്കാളിയുടെ വീഡിയോ ഫുള്ളായിട്ടുള്ളത് ഇന്ന് ശല്യം കാണിച്ചു തരുന്നതാണ്. കൂട്ടുകാരെ, നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദികൾ പറയുന്നു. കാരണം നിങ്ങൾ തരുന്ന കമൻറ്റുകളും നിങ്ങൾ തരുന്ന സപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് വിലമതിച്ചതാകുന്നു. അപ്പം നമ്മൾ ഒത്തിരി പറഞ്ഞു നീട്ടുന്നില്ലല്ലേ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? അടുക്കളയിലോട്ട് പോയി തക്കാളി കൊണ്ടുള്ള ചെയ്യാം. അതെ, പിന്നെ അല്ലാതെ എന്തോ മീൻ മേടിച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മള് എന്നും മേടിക്കുന്ന ചൂരിയ കിട്ടികള് കടയിൽ ചെന്നിട്ട് ചൂരയാണ്. അപ്പൊ നമ്മൾ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട് ചൂര കൊണ്ടല്ലേ. എന്നാലും ഒന്ന് ചില കൂട്ടുകാർ കണ്ടിട്ടില്ലല്ലോ ഞങ്ങളുടെ മീൻ കറി. അപ്പൊ ചില കൂട്ടുകാർക്ക് വേണ്ടി അതും കാണിച്ചു തരാം. അപ്പൊ വാ പോയേക്കാം. ശരണ്യ തന്നെ അടിക്കാൻ പോകുന്നു. അല്ലേ തക്കാളി മെഴുക്ക് വരട്ടിയെന്ന് പറഞ്ഞു വന്നിട്ട് അതിനു വേണ്ടി ചെയ്യണം. അത് നമ്മുടെ അമ്മ കണ്ടുണ്ട്, അമ്മ മുറിച്ചു തരും. അമ്മ മുറിച്ചു തരും. അത് തീരെ ചെറിയ കഷ്ണമാണ്. അതുകൊണ്ടാ കൂട്ടുകാരെ നല്ല അടിപൊളി മത്തങ്ങായാണല്ലേ. പിന്നെ കൂട്ടുകാരെ, അത് കൂടാതെ അതെ നമ്മുടെ മീന് ചൂര കിട്ടിയിട്ടുണ്ട്. പിന്നെ തക്കാളി എന്ത് ശരണ്യ? നമ്മുടെ ഇന്നത്തെ പാചകം എന്താന്ന് വെച്ചാൽ തക്കാളി മെഴുക്ക് വരട്ടിയാണ്. അപ്പൊ കുറച്ചേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ അല്ലേ, ഈ ഇതൊക്കെ ഉള്ളതുകൊണ്ട്. മത്തക്കായ നേരാണ്. ആ നേരത്ത് ശനി തക്കാളി അരി. അപ്പൊ പെട്ടെന്ന് ആദ്യം തക്കാളി തന്നെ വെച്ചേക്കാം. ആ അമ്മ, ഞാൻ ചെത്തണോ അമ്മ? അതെന്താണ് ശരണ്യ ഇപ്പൊ വൻപയറാ? ആ മത്തക്കായ്ക്കല്ലേ, മത്തക്കായും വൻപയറും കൂടി ഓലൻ. പിന്നെ നമ്മുടെ അച്ഛൻ വന്ന് നമ്മുടെ അച്ഛൻ വന്ന് പാചകം തുടങ്ങിയ നമ്മുടെ അച്ഛൻ ഉടനെ അടുക്കളയിൽ എത്തും അല്ലേ. ആ മത്തക്ക എരിശ്ശേരി. ആ അതാണ് ഞാൻ ഓലൻ. ആ ശരണ്യക്ക് അറിയാവുന്ന രീതിയിലല്ലേ, അറിയാൻ മേലാത്ത കാര്യങ്ങൾ ആ കമന്റിലൂടെ പറഞ്ഞു തരിക. ഒരു ഹായ് കൊടുത്തേ നമ്മുടെ കൂട്ടുകാർക്ക്. അച്ഛനെ എല്ലാരും തിരക്കിയെന്നൊക്കെ കമന്റിലൂടെ ഉണ്ടായിരുന്നു. കൈ കളയരുത്, വേണ്ട. തക്കാളി അരിയാണ് കണ്ട. അങ്ങനെ അപ്പൊ ഇതൊന്നും അരിഞ്ഞെടുക്കാം. ഇന്ന് നമ്മുടെ ഒത്തിരി കൂട്ടുകാര് പറഞ്ഞു ആ മെഴുക്ക് വരട്ടി വെച്ചത് ഫുള്ള് വീഡിയോ കാണിച്ചില്ല. അപ്പൊ ഒത്തിരി നമ്മുടെ കൂട്ടുകാര് പറഞ്ഞു അമ്മ ദേ അപ്പ ഇതൊക്കെ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അല്ലേ പലക. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഇങ്ങനെ ചെയ്യുന്നത്. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ അച്ഛൻ്റെ മത്തക്കായൊക്കെ പീസാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ശരണ്യ, മത്തക്ക ബാക്കി ഇനി നാളെ ഇനിയും വീണ്ടും മത്തക്ക കൊണ്ട് എന്നാ ചെയ്യാൻ പോകും? മത്തക്ക അലുവ വെക്കാൻ പോണോ നാളെ? മത്തക്ക കൊണ്ട് അലുവ ചെയ്യുവോ? നോക്കാം അല്ലേ, എങ്ങനെയെങ്കിലും ആ മത്തക്കായ ഒന്ന് തീർത്ത് കിട്ടണമല്ലോ. ആ അപ്പൊ അതിനുള്ള പരിപാടി ചെറിയ പീസാക്കിയൊക്കെ എടുത്തിട്ട് അച്ഛൻ്റെ പെട്ടെന്ന് അതങ്ങോട്ട് അരിഞ്ഞു കഴിഞ്ഞ്
അമ്മയുടെ കയ്യിൽ എന്നാണമ്മ ഇരിക്കുന്ന സവോള പിന്നെ തക്കാളി മെഴുക്കുവരട്ടിക്ക് അരിയാൻ വേണ്ടി. അപ്പൊ അങ്ങനെ അടുത്ത സവോള അരിയാൻ പോവുകയാണ്. എന്തോ പയറും കുക്കറും കൂടെ ഒന്നിച്ച് പയറും കുക്കറും കൂടിയോ? പയറും മത്തങ്ങയും കൂടെ ഒന്നിച്ച് വേവിക്കട്ടെ. വേണ്ട പയറ് പാചകക്കാരത്ത് പറഞ്ഞ കേട്ടാ പയറും കുക്കറും കൂടി ഒന്നിച്ച് വെക്കാം. പെട്ടെന്ന് കുക്കറിന്റെ കാര്യം കൊടുത്തപ്പോ അങ്ങനെ ആയിപ്പോയത്. കുക്കറിടാന്ന് എന്ത് പറ്റി? എന്താ ചരണ്യക്ക് സമ്മതി എന്റെ ദൈവമേ. ശരണ്യ പയറ് കഴുകിക്കൊണ്ടിരിക്കണല്ലേ കൂട്ടുകാരെ? ഒന്ന് കാണിച്ചെടുത്തേ. നല്ല അടിപൊളി വൻപയറാണ്. ആ അപ്പൊ അത് ഒന്ന് കുക്കറിലായിട്ട് ഇടട്ടെ. അച്ഛൻ്റെ ആ നേരത്തെ അടുത്ത സവോള അരിയാൻ തുടങ്ങി അല്ലേ? അങ്ങനെ അതെ തക്കാളിയൊക്കെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാളയുടെ ഉള്ളിൽ കണ്ടതേ അല്ല, അത് ഞാൻ മേടിച്ചു. ഞാൻ ഇത് പൊടിച്ചു നോക്കിച്ചാണ് മേടിക്കുന്നത്. അതെ നേരെ ഞാൻ മാറ്റി അത് അയച്ചിട്ട്. പിന്നെ കുക്കർ വേവിക്കാൻ വെച്ചാ ശരണ്യ? ശരണ്യക്ക് ഒരു പണി കിട്ടിയില്ലേ? ശരണ്യക്ക് പണി കിട്ടി. ആ പിന്നെ കൊണ്ടുപോയി ചെറുത് ഇത് ചെറുതായിട്ട് അരിയണം. മത്തങ്ങ ഇത് രണ്ടും ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. അപ്പൊ ഇതെല്ലാം അരിഞ്ഞിട്ട് അല്ലേ തക്കാളി മെഴുക്ക് പുരട്ടണം കാണിക്കാം കൂട്ടുകാരെ. അങ്ങനെ അതെ നമ്മുടെ ശരണ്യതെ തക്കാളി മെഴുക്ക് പുരട്ടാനായിട്ട് സവോള അരിഞ്ഞതിലായിട്ട് പഴുത്ത പച്ചമുളക് ചേർത്തന്നേറില്. അപ്പൊ മമ്മയുടെ മേടിച്ചു തന്ന ആ പാത്രത്തിലാണ് ശരണ്യ വെക്കുന്നത്. പിന്നെ തവിയൊക്കെ ഇതിൽ നിന്നെടുത്ത് ഇത് കഴുകി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അതെ സവോളയും പച്ചമുളകൊക്കെ കൂടി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. സവോളക്ക് ചെറുതായിട്ട് വെള്ളം ഉള്ള വെള്ളം മൊത്തം പറ്റി കഴിഞ്ഞ് നമ്മൾ എണ്ണ ഒഴിക്കാവുള്ളൂ. തക്കാളി വെള്ളം പോലെ കിടക്കും. അപ്പൊ എണ്ണ ഒഴിക്കാതെ വേണം ആദ്യം വഴറ്റാനല്ലേ? കണ്ട അത് നല്ലൊരു ഇതാണ് കൂട്ടുകാരോട് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ജലാംശം പറ്റാൻ വേണ്ടിയാണ്. എന്താ അച്ഛന്റെ ഇത് എവിടം വരെ അരിഞ്ഞൊക്കെ തീർന്ന സവോള ചെറിയ പീസാക്കി? പാചകം എവിടം വരെ ആയെന്നാണ് ചോദിച്ചത്. അച്ഛനെ കുത്തിയിരുന്ന് ചിരിക്കാണ്. ഞാൻ പറഞ്ഞു ഇന്ന് സവോളക്കറി ഉണ്ടാ? ഇതെന്ത് ഭാവിച്ചെന്താണാവോ ഇതിനും മാത്രം സവാളയും പാചകം. ഇച്ചിരി ഉപ്പിട്ട്. അപ്പൊ ഇനി അപ്പൊ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അങ്ങനെ കണ്ട സവോളയൊക്കെ ഒരു ചുമപ്പ് കളറായി തുടങ്ങി. ഇതേ അച്ഛൻ അങ്ങനെ നമ്മുടെ സവോളയുടെ കാര്യത്തിൽ തീരുമാനമായി. ഞാൻ വെറുതെ ചോദിച്ചു രണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് അവർക്ക് അല്ല ഇവര് രണ്ടുപേരും കൂടി ചെയ്തോണ്ടിരിക്കുന്ന അച്ഛനാണോ ഓടി വന്നത്? അച്ഛൻ ശീലിപ്പിച്ചതാണെന്ന്. അവിടെ രണ്ടുപേരും കൂടി അമ്മയും മകളും കൂടി അപ്പുറത്തിരുന്നു. അതേ കണ്ട അന്ന വെളുത്തുള്ളി കൊടുക്ക. കണ്ട അച്ഛൻ തന്നെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നത്. എവിടെ മൂത്ത് വരുന്നതേ ഇതിന്റെ ഒരു പരിവായിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി വെള്ളം ഇല്ലാതെ
അങ്ങനെ ശരണ്യ അതിലായിട്ട് തക്കാളി വാരിയിട്ടിരിക്കുകയാണ്. വെള്ളം ഇല്ലാതെ വാരിയിടണം. വാരിയിടിയാണ്. ആ കുടഞ്ഞിടാൻ പറ്റിയല്ലേ? തക്കാളിക്ക് വെള്ളം ഉണ്ടല്ലോ. ആ അപ്പം അങ്ങനെ അമ്മയെ ആ നേരത്തെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. അതിന്റെ സവോള കാര്യം മകളെ പറ്റ നിർത്തിക്കൊണ്ട് അമ്മ ഒരു കൈ കൊണ്ട് ഇളക്കുന്നു. ആ നടുക്ക് നിന്ന് ഓരോന്ന് പെറുക്കിയിരുന്ന കണ്ട. അപ്പോൾ കണ്ട കുട്ടികൾ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഭംഗിയുണ്ട്. കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ തക്കാളിയൊന്നും എടുത്ത് കഴിച്ചില്ല അല്ലേ? ആ അത്രയും വെള്ളം ഉണ്ടാവും. ആ ഇന്ന് കഴിക്കാൻ പറ്റില്ല. ആ അതെ, എപ്പോഴും കഴിച്ചാൽ ശരിയായല്ലെന്ന് കൂട്ടുകാർ പറഞ്ഞ കാരണം ഇച്ചിരി കൂടെ ഇട്ടേക്കണം. ഉപ്പ് പോലെ സവോളയ്ക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. തക്കാളിക്ക് ചേർത്തിട്ടില്ല. ചേർത്തിട്ടില്ല. തക്കാളി ഇപ്പൊ തന്നെ വിട്ട് വിട്ട് കിടക്കണണ്ട. ആ നേരാണ് കണ്ട കൂട്ടുകാരെ, കുഴഞ്ഞു വരികയല്ല. ഇത്തരം വലുപ്പത്തിൽ അരിവേ വേണം കേട്ടോ. ആ തീരെ ചെറുതാക്കരുത് അല്ലേ? തീരെ ചെറുതാക്കരുത്. എന്നാ ഒത്തിരി വലുതുമാക്കരുത്, ഒരു മീഡിയം. വാ, ഇപ്പൊ തന്നെ നല്ല സ്മെല്ലടിച്ചു തുടങ്ങി തക്കാളി അല്ലേ? നല്ല സ്മെല്ല് എനിക്കിവിടെ വന്ന് പെട്ടെന്ന്. എനിക്ക് മതി. അപ്പൊ ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇച്ചിരി നേരം ഒന്ന് വേഗട്ടെ. ആ തവി അത് മാറ്റണമെങ്കിൽ വേറെ തവി ആക്കണം കേട്ടോ ശരണ്യ. എന്തിനാ? അപ്പൊ ഇതിന് വേഗണം അല്ലേ? ഇത് ചെറുതായിട്ട് മൂടി വെക്കരുത്. മൂടി വെച്ചാൽ വെള്ളം വീഴും. ആ ഇളക്കിയൊക്കെ കൊടുക്കണം കണ്ട. ഇതെന്നാ ചൈനീസ് കുക്കർ. ഹോട്ടലിൽ നിന്നെല്ലാം കണ്ടിട്ടില്ലേ? ആ എന്തൊക്കെ രീതിയാണ് കാണിക്കണത് ദൈവമേ. അപ്പൊ ഇത് ഇങ്ങനെ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലേ? ആ മതി മതി. അപ്പൊ അങ്ങനെ പാവ അച്ഛൻ്റെ ഇതിന്ന് വെളുത്തുള്ളിയൊക്കെ പൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് എന്താ അതിന്റെ വെള്ളം പറ്റണ ഒച്ചയൊക്കെ കേൾക്കണം. രണ്ടുപേരെ കൊണ്ട് നമുക്ക് പാചകം ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കണം. ആ ഞാനും അച്ഛനും കൂടി പാചകം, നിങ്ങൾ രണ്ടുപേരും വീഡിയോ. കൂട്ടാൻ പറ്റുന്ന ഭക്ഷണം ഉണ്ടാക്കി തരണം. ഞാനൊരു പ്രാവശ്യം പൊറോട്ട ചെയ്തതല്ലേ? ഒരൊറ്റ പോലെയല്ല. ആ ഇനി അങ്ങനെ ഒന്ന് ചെയ്തിട്ടേ കാര്യമുള്ളൂ. നമുക്കിനി പൊറോട്ട നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ എന്നുള്ള ആ ഒരു ഇത് മാറുമല്ലോ അല്ലേ അച്ഛാ? അച്ഛനറിയാം. അല്ല എന്താന്നറിയോ, നമ്മള് ഇവരുടെ ഒരു കാര്യം നമ്മള് കൈ കടത്തണ്ടല്ലോ. അത് ഇവർക്ക് മനസ്സിലായി. അതന്നെയല്ല, നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇവര് ആ ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ട് തന്നെ വെപ്പിക്കും. അതല്ല, പിന്നെ അവസാനം ആൾക്കാർ കമന്റ് മുഴുവൻ നമ്മുടെ പേരിലാണ്. അപ്പൊ അത് ഇവരാ ശരിയാ. വീട്ടിൽ പെണ്ണുങ്ങളുണ്ടായിട്ട് ആണുങ്ങളെ കൊണ്ട് തന്നെ. അല്ലാതെ ഈ അരിയാനൊക്കെ അറിയാവുള്ളൂ, ഭക്ഷണം വെക്കാനൊന്നും അറിയാം. അമ്മയും കൂടി അപ്പുറത്ത് പോയി ഞങ്ങൾ രണ്ടും കൂടി ചായ വരാം. പഴംപൊരിയോ എന്ത് വേണമെങ്കിൽ ഞാൻ ഇടക്കൊണ്ട് വരാം. ഇച്ചിരി കട്ടൻ അപ്പൊ ചായ അറിയാലോ. ചായ കടയെന്ന് പറയുമ്പോ ചായ അല്ലേ മെയിൻ. വെന്ത് കണ്ട കൂട്ടുകാരെ, നല്ല അടിപൊളിയായി കണ്ട. ഉതിർന്ന് കിടക്കുന്ന അമ്മ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അമ്മ മുളക് പൊടി ഇട്ട് എന്നാ അറിയോ, ഈ ചില ഡോക്ടർമാർക്ക് മെയിൻ ഡോക്ടർമാർക്ക് ഒരു അസിസ്റ്റന്റ് ഡോക്ടർ എഴുതാനിരിക്കില്ല. അത് തന്നെയല്ല പാചകക്കാർക്കും ഉണ്ടാവും. അവര് തവിയും പിടിച്ചേ നിൽക്കുള്ളൂ. എന്നിട്ട് മറ്റേ അങ്ങോട്ട് ഇട്ടോളാൻ പറയും, തട്ടിക്കോളാൻ പറയും. അത് മനസ്സിലായി കേട്ടോ. അങ്ങനെ നമ്മള് മുളക് പൊടിയൊക്കെ ഇട്ട് തക്കാളിയുടെ മുളക് പൊടിയുടെ കളർ, എന്നാലും നമ്മുടെ മുളക് പൊടിയുടെ കളർ എടുത്തറിയും. കാരണം കാശ്മീരി മുളക് പൊടിയാണ്, അറിയും. അതെ, അച്ഛനും എണീറ്റ് വന്നു. അച്ഛനെ ഏത് പാചകത്തിനും ഇളക്കണം കണ്ടെന്ന് അച്ഛൻ ഓടി വരും. അച്ഛന് ഭയങ്കര ഇഷ്ടാണ്. അപ്പൊ തക്കാളി റെഡിയായല്ലേ? ആഹാ, അടിപൊളി തക്കാളി. ഇതെന്നാണ് ഓംപ്ലേറ്റ്.
ഇല്ലേ താഴെ കളഞ്ഞു. കൂട്ടുകാരെ നിങ്ങളെല്ലാരും വെച്ച് നോക്കണം. കുഴഞ്ഞു പോകരുത്, കാരണം ജലാംശം ഉണ്ടാകരുത് എന്നുള്ള ഇത് മാത്രമേ ഇതിലുള്ളൂ അല്ലേ? കണ്ട് 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 അതെ അതെ ഉതിർന്ന് വരും. പിന്നെ അപ്പൊ ഇനി അടുത്ത എന്നാണ് ചെയ്യാൻ പോണത്? വേവിക്കണം. മത്തങ്ങ വേവിക്കണം. അപ്പൊ കൂട്ടുകാരെ മത്തങ്ങയുടെ ഒന്നും വീഡിയോ ഫുള്ള് കാണിക്കുന്നില്ല, എന്നാലും നമുക്ക് ഒന്നിച്ചിതെല്ലാം വെച്ചിട്ട് കൂട്ടുകാരെ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നതാണ്. കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ ശരണ്യതേ ഇരുന്ന് മീൻ വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പതിവ് പോലെ പതിവിനേലും ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങിയിരുന്നാണ് ഇപ്പൊ വെട്ടുന്നത് അല്ലേ? മീൻ വെട്ടണ യൂണിഫോം ഒക്കെ എടുത്തിട്ട് അല്ലേ? അപ്പൊ കണ്ട കണ്ട അങ്ങനെ മീൻ വെട്ടാൻ തുടങ്ങി. കൈ സൂക്ഷിക്കണം കേട്ടോ ശരണ്യ. അപ്പൊ കണ്ട അങ്ങനെ. അപ്പൊ ഇതൊന്ന് വെട്ടിയൊക്കെ എടുത്തിട്ട് കൂട്ടുകാരെ കാണിക്കാം, അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി നീട്ടായി പോകും. വെട്ടി തീർന്നല്ലേ? എന്തേ കാണിച്ചേ? ഒന്ന് കൂട്ടുകാരെ കാണിച്ചു വിടൂ. എന്താ ഇതിനൊക്കെ വെട്ടി തൊലിയൊക്കെ കളഞ്ഞ് അല്ലേ? ശരണ്യ എവിടെ വരെ നമ്മുടെ കറികളൊക്കെ വെന്ത്? ഡ്രസ് മാറിയില്ലേ? ആ അപ്പൊ അതേ കൂട്ടുകാരെ നമ്മുടെ അതേ കറി ഇരുന്ന് തിളച്ചണ്ടിരിക്കുകയാണ് നമ്മുടെ അല്ലേ? ചൂരക്കറി പറ്റിയിട്ടില്ല. മത്തങ്ങ കറി വെച്ചോ? ആഹാ, ഞാൻ അവിടെ ഇരുന്ന് കണ്ടില്ല. രണ്ടാ കൂട്ടുകാരൻ നല്ല അടിപൊളി മത്തങ്ങ കറിയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ പിന്നെ നമ്മുടെ ഇതുകൂടി ഒന്ന് കാണിച്ചു തരും. നമ്മൾ മെയിനായിട്ട് കാണിക്കുന്നത് എന്താ? ആ നന്നായിട്ട് തണുത്തതിന് ശേഷമേ മൂടിയ കൊണ്ട് മൂടാൻ പറ്റുള്ളൂ അല്ലേ? വെള്ളം വീഴും. അപ്പൊ അതേ കണ്ട കൂട്ടുകാരെ നല്ല അടിപൊളിയായിട്ട് തക്കാളി മെഴുക്ക് പുരട്ടി കൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ, കറികളും വീഡിയോയും. അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാൻ. അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ ബൈ.